ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. PSCക്കൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യനും അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി പറഞ്ഞാണ് നമ്മൾ പോകുന്നത് വീഡിയോയിൽ. അപ്പം ഓരോന്നും വ്യക്തമായിട്ട് ക്ലിയറായിട്ട് നിങ്ങൾ അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് റൂൾസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, A number of students dash wasting the food. A number of students dash wasting the food. അപ്പോൾ ഇതിൻ്റെ ആ ഡാഷിൻ്റെ അവിടെ എന്താ വരുന്നത്? ഓപ്ഷൻസ് ഈസ്, ആറ്, വാസ്, ഹാസ്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു റൂള് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റൂളെന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ആദ്യം ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, 6. അപ്പോൾ ഇതെങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂളുണ്ട്, ഒന്ന് നോട്ട് ചെയ്തോളണം. ഈ എ നമ്പർ ഓഫ്, ഇവിടുത്തെ ഈ കീവേഡ് ശ്രദ്ധിച്ചോളണം കേട്ടോ. എ നമ്പർ ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ്, പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. എ നമ്പർ ഓഫ് എന്ന കീവേഡ് ഉണ്ടെങ്കിൽ അതിനൊപ്പം നമ്മൾ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 6 നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓർഡറിനായിട്ട് വേണമെങ്കിലും ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താം. കാരണം ബാക്കിയെല്ലാം സിംഗുലർ വെർബാണല്ലേ. ഈസ്, വാസ്, ഹാസ് അതെല്ലാം സിംഗുലർ വെർബാണ്. ഇവിടെ ആകെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ പ്ലൂറൽ വെർബായിട്ടുള്ളത് 6 മാത്രമാണ്. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. PSCക്കൊക്കെ ചിലപ്പം അങ്ങനെ ഓർഡറിനായിട്ട് നമുക്ക് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ചോളാം. റൂൾ ഇതാണ്. എ നമ്പർ ഓഫ് എന്ന കീവേഡിന് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എ നമ്പർ ഓഫ് കഴിഞ്ഞ് ഇവിടെ പ്ലൂറൽ നൗൺ എന്താണ്? സ്റ്റുഡൻസ് പ്ലൂറൽ നൗണാണ്. അതുപോലെ പ്ലൂറൽ വെർബായ 6 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, മൈ ഡാഡ് ഡൈഡ് ഡാഷ് ക്യാൻസർ. മൈ ഡാഡ് ഡൈഡ് ക്യാൻസർ. ഡൈഡ് ഡാഷ് ക്യാൻസർ. അപ്പോൾ ഓപ്ഷൻസ് ബൈ, ഓഫ്, ഇൻ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഓഫ്. അപ്പോൾ അത് എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മൾ ഒരു രോഗകാരണമുള്ള മരണത്തെ സൂചിപ്പിക്കാൻ നമ്മൾ ഡൈഡിനൊപ്പം ഓഫാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്യാൻസർ ആണല്ലേ, അപ്പം അതൊരു രോഗകാരണമാണ്. അപ്പോൾ രോഗകാരണമാണ് മരണം സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡൈഡിനൊപ്പം നമ്മൾ ചേർക്കുന്നത് ഓഫാണ്. ഡൈഡ് ഓഫ് എന്നാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും റൂളാണ്, നോട്ട് ചെയ്തോളണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ റിച്ച്. അടുത്തത് സെൻറ്റൻസ് ആണ്. ഇഫ് യു ആർ റിച്ച്, ഓപ്ഷൻസ് യു ആർ അഫോർഡ് ഇറ്റ്, യു കുഡ് അഫോർഡ് ഇറ്റ്, യു കുഡ് ഹാവ് അഫോർഡ് ഇറ്റ്, യു ഹാഡ് അഫോർഡ് ഇറ്റ്. അപ്പോൾ ഇത് ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇഫ് ക്ലോസിൽ തന്നെ നമുക്കറിയാം സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്, മെയിൻ ക്ലോസും ഉണ്ട്. അപ്പോൾ ഈ ഇഫ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തമായിട്ടൊരു മുഴുവനായിട്ടൊരു മീനിങ് കിട്ടാത്ത സെൻറ്റൻസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് യു ആർ റിച്ച് എന്ന് പറയുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ വെർബ് വി ഓൺ ഫോർമാറ്റിലാണെങ്കിൽ, ഇവിടെ വെർബ് റിച്ച് എന്ന് പറയുന്നത് വി ഓൺ ഫോമിലല്ലേ, വി ഓൺ ഫോം, വെർബിൻ്റെ ഫസ്റ്റ് ഫോം വി ഓൺ ഫോം. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ക്ലോസിൽ എന്ത് വരും? വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേ പ്ലസ് വി ഓൺ വരും, വി ഓൺ ഫോം വരും. അങ്ങനെ ഇവിടെ ഓപ്ഷനിലുള്ള ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ബാക്കിയെല്ലാം കുഡൊക്കെയാണ്, കുഡ് ഹാഡൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഒന്നുകിൽ വില്ല്, ഷാള്, ക്യാന്, മേ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും വരുന്നത് കേട്ടോ. ഇഫ് ക്ലോസ്, അതായത് സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനായിട്ട്. ഇഫ് യു ആർ റിച്ച് അതാണ് സബോർഡിനേറ്റ് ക്ലോസസ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിൽ റിച്ച് എന്ന് പറയുന്നത് എന്താണ്? വി ഓൺ ഫോമിലാണല്ലേ. റിച്ച് എന്ന് പറയുന്നത് വി ഓൺ ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ ക്ലോസ് എഴുതാൻ നേരത്ത്, മെയിൻ ക്ലോസ് ആണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ ക്ലോസ് എഴുതാൻ നേരത്ത് മെയിൻ ക്ലോസിൽ ക്യാന് അല്ലെങ്കിൽ വില്ല്, ഷാള്, മേ ഇതിനോടൊപ്പം വി ഓൺ ഫോം ഉണ്ടായിരിക്കണം. അപ്പം ഇവിടെ ഉള്ള ഏതാണ്? ക്യാൻ ഉണ്ടല്ലേ. ക്യാന് പ്ലസ് വി ഓൺ ഫോം അഫോർഡ്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. ഇഫ് ക്ലോസൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി വേണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അടുത്ത ചോദ്യം, സിനോണിം ഓഫ് ഹാപ്പി. ഹാപ്പി എന്നതിൻ്റെ സിനോണിം എന്താണ്?
ഹാപ്പി അറിയാമല്ലോ, സന്തോഷം. അതിൻ്റെ സിനോണിം എന്ന് വെച്ചാൽ അറിയാമല്ലോ, സെയിം മീനിങ് ആയിട്ടുള്ളത് എക്സിലറേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, എക്സിലറേഷൻ കേട്ടോ, എക്സിലറേഷൻ. അപ്പം ഹാപ്പി എന്നതിൻ്റെ സിനോണിം എക്സിലറേഷൻ. ബാക്കി 3 വേർഡ്സിൻ്റെയും കൂടെ നമുക്ക് അർത്ഥം നോക്കി പോകാം. ഇവേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നൊക്കെ മീനിങ് ഉള്ളതാണ് ഇവേഡ് കേട്ടോ. ഇവേഡിൻ്റെ മീനിങ് ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ രക്ഷപ്പെടുക. അതുപോലെ പ്രസ്യൂമിൻ്റെ അർത്ഥം സങ്കല്പിക്കുക അല്ലെങ്കിൽ സമ്മതിക്കുക എന്നൊക്കെയാണ് പ്രസ്യൂമിൻ്റെ അർത്ഥം. അടുത്തത് വേൾ എന്ന വേർഡിൻ്റെ മീനിങ് കറങ്ങുക അല്ലെങ്കിൽ ചുറ്റിത്തിരിയുക എന്നൊക്കെയാണ് വേളിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഹാപ്പി എന്നതിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി എക്സിലറേഷനാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് വോയിസ്. അപ്പം ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ, മായ ഹാസ് ബീൻ അവോയ്ഡഡ്. ഈ വോയിസിനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ മായ ഹാസ് ബീൻ അവോയ്ഡഡ്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ മായ ഹാസ് ബീൻ അവോയ്ഡഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? പാസീവ് വോയിസ് ആണ് അല്ലേ? പാസീവ് വോയിസ് ആണ്. കാരണം ഇവിടെ ബീൻ എന്ന് പറയുന്നത് നമ്മൾ പാസീവ് വോയിസിലാണ് ബീന് യൂസ് ചെയ്യുന്നത് അല്ലേ? ബീന് യൂസ് ചെയ്യുന്നത് പാസീവ് വോയിസിലാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസീവ് വോയിസ് ആണ്. അപ്പോൾ നമുക്ക് ഏത് വോയിസിലേക്കാണ് മാറ്റേണ്ടത്? ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ ബീൻ എന്ന ഫോർമാറ്റ് വരുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എയും ക്യാൻസൽ ചെയ്യാം, പിന്നെ വേറെ ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം അല്ലേ? രണ്ടിലും ബീനുണ്ട്. അപ്പോൾ ബീൻ എന്ന് പറയുന്നത് പാസീവ് വോയിസിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് മായ ഹാസ് ബീൻ അവോയ്ഡഡ് എന്ന് പറയുന്ന തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസീവ് വോയിസ് ആണ്, കാരണം ബീനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ആക്റ്റീവ് വോയിസിലേക്കാണ് മാറ്റേണ്ടത്. ആക്റ്റീവ് വോയിസിൽ ബീന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഡിയും നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നീടുള്ളത് 2 ഓപ്ഷൻസ്, ഓപ്ഷൻ ബിയും സിയും. അപ്പം ഇവിടെ നമുക്ക് എളുപ്പമാണ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സിമ്പിളാണ്. എന്താണ്? ഐൻ്റോടൊപ്പം നമ്മൾ ചേർക്കുന്നത് ഏതാണ്? ഹാവ് ആണല്ലേ? ഐ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഐൻ്റോടൊപ്പം ചേർക്കുന്നത് ഹാവ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഐ ഹാവ് അവോയ്ഡഡ് മായ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണ്? ചില സെൻറ്റൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കും, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് എന്ന് തരും. ഇതിലിപ്പോൾ ചേഞ്ച് വോയിസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് മനസ്സിലായി മായ ഹാസ് ബീൻ അവോയ്ഡഡ്. മായയെ അവോയ്ഡ് ചെയ്തു എന്നാണ് പറയുന്നത്, അല്ലാതെ മായ ചെയ്തു എന്നല്ല പറയുന്നത്. മായയെ ആരോ അവോയ്ഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പാസീവ് വോയിസ് ആണ്. മാത്രമല്ല ബീന് സെൻറ്റൻസിലുണ്ട്. അപ്പം നമ്മൾ ഏത് ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ ബീന് ചേർക്കുന്നത്? ബീന് യൂസ് ചെയ്യുന്നത് പാസീവ് വോയിസിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസീവ് വോയിസ് എന്ന് മനസ്സിലായി. പിന്നീട് നമ്മൾ അതിനെ ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റണം. ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എന്താണ്? ആക്റ്റീവ് വോയിസിൽ എന്തായാലും ബീന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ബീനുള്ള ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ എയും ഡിയും ക്യാൻസൽ ചെയ്യാം. പിന്നീടുള്ളത് ഓപ്ഷൻ ബിയും സിയും. ബി എന്താ? ഐ ഹാസ് അവോയ്ഡഡ് മായ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ഐ ഹാവ് അവോയ്ഡഡ് മായ എന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഐൻ്റോടൊപ്പം യൂസ് ചെയ്യുന്നത് എന്താണ്? ഹാവ് ആണല്ലേ യൂസ് ചെയ്യുന്നത്. ഐ പ്ലൂറലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാസ് സിംഗുലർ ആണെന്ന് അറിയാം. അപ്പോൾ ഐനോടൊപ്പം ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഐ ഹാവ് അവോയ്ഡഡ് മായ. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം ശ്രദ്ധിക്കണം, ഇപ്പോൾ ആക്റ്റീവ് വോയിസ് ആയാലും പാസീവ് വോയിസ് ആയാലും ടെൻസ് ഒരിക്കലും മാറത്തില്ല. ഇപ്പോൾ ആക്റ്റീവ് വോയിസിൽ ഇപ്പം ഒരു സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിൽ ഏത് ടെൻസിലാണോ തന്നിരിക്കുന്നത് ആ ടെൻസിൽ തന്നെയാണ് പാസീവ് വോയിസിലോട്ട് നമ്മൾ അതിനെ മാറ്റുമ്പോഴത്തേക്കും ആ ടെൻസ് മാറാൻ പാടില്ല. അതുപോലെ തന്നെ V3 ഫോം ആയിരിക്കണം. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ V3 ഫോം ആയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെല്ലാം V3 ഫോം തന്നെയാണ്. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ആൾവേസ് ഫൈൻഡ്സ് ഫോൾട്ട്സ് ഈസ് നോൺ ആസ്. അതായത് ഒരു വ്യക്തി എപ്പോഴും തെറ്റുകൾ കണ്ടെത്തുന്ന ഒരു വ്യക്തി, എപ്പോഴും തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻസോറിയസ് ആണല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ, സെൻസോറിയസ്. അതായത് എപ്പോഴും തെറ്റുകൾ കണ്ടെത്തുന്ന വ്യക്തിയെ വിളിക്കുന്നതാണ് സെൻസോറിയസ്. അതുപോലെ ബ്ലാസ്ഫമസ് എന്ന് പറയുന്നത് ദൈവത്തോട് അനാദരവുള്ളവൻ എന്നാണ് അർത്ഥം. ദൈവത്തോട് അനാദരവുള്ളവൻ എന്നാണ് ബ്ലാസ്ഫമസിൻ്റെ അർത്ഥം. അതുപോലെ അഗ്നോസ്റ്റിക് എന്നതിൻ്റെ മീനിങ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തവനാണ് അഗ്നോസ്റ്റിക് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഐക്കോണോക്ലാസ്റ്റ് എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ തകർക്കുന്ന അല്ലെങ്കിൽ വിശ്വാസങ്ങളെ വിമർശിക്കുന്ന വ്യക്തി എന്നാണ്
ഐക്കോണോക്ലാസ്റ്റിൻ്റെ മീനിങ് വിഗ്രഹങ്ങളെ തകർക്കുന്ന അല്ലെങ്കിൽ വിശ്വാസങ്ങളെ വിമർശിക്കുന്ന ഒരു വ്യക്തി എന്നതാണ് ക്ലാസ്റ്റിൻ്റെ മീനിങ്. അപ്പോൾ ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് പൂജ സെഡ് ഐ ഹാവ് സെർച്ച്ഡ് ഹിയർ. ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഐ ഹാവ് സെർച്ച്ഡ് ഹിയർ. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റിലാണല്ലേ, ഹാവ് പ്ലസ് V3 ഫോർമാറ്റാണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഏത് ഫോർമാറ്റിലോട്ട് വരും? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വരും. പ്രസൻറ്റ് പെർഫെക്റ്റിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ടായിരിക്കും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്റ്റ് വരുമ്പം എന്തായിരിക്കും വരേണ്ടത്? ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഹാഡ് പ്ലസ് V3 ഫോർമാറ്റിൽ വേണം വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ക്യാൻസൽ ചെയ്യാം അല്ലേ? എന്തുകൊണ്ട്? അവിടെ ഹാഡ് പ്ലസ് V3 ഹാഡ് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി. കാരണം ഹാഡ് പ്ലസ് V3 ഫോർമാറ്റാണ്. ഹാഡ് സെർച്ച്ഡ് ഹിയർ, ഹാഡ് സെർച്ച്ഡ് ദെയർ. ഹാഡ് ബീനിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. ഓപ്ഷൻ എ തെറ്റാണ്, ബീനിൻ്റെ ആവശ്യം നമുക്കില്ല. ഇപ്പോൾ പൂജ സെഡ് ദാറ്റ് ഷീ ഹാഡ് സെർച്ച്ഡ് ദെയർ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് വേണം വരാൻ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 വരണം. അങ്ങനെയുള്ളത് ഓപ്ഷൻ എയും ഡിയും ആണ്. അപ്പോൾ ഹാഡിൻ്റെ കൂടെ ബീനിൻ്റെ ആവശ്യം ഇല്ല കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് എഴുതാൻ നേരത്ത് ബീനിൻ്റെ ആവശ്യം ഇല്ല. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ്. പൂജ സെഡ് ദാറ്റ് ഷീ ഹാഡ് സെർച്ച്ഡ് ദെയർ. അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദ് ഡാഷ് എ ന്യൂ ബിസിനസ് വെഞ്ചർ അറ്റ് ദ മാൾ. ഇവിടെ എന്ത് വരും? മുഹമ്മദ് മാളിലൊരു പുതിയൊരു ബിസിനസ് അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ തുടങ്ങി, അങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ സെറ്റപ്പാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്, സെറ്റപ്പാണ് ആൻസർ. അതായത് സെറ്റപ്പിൻ്റെ മീനിങ് എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ഓർഗനൈസ്, സ്ഥാപിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഒരു ന്യൂ ബിസിനസ് വെഞ്ചർ സ്ഥാപിച്ചു, മാളിലൊരു പുതിയ ബിസിനസ് വെഞ്ചർ സ്ഥാപിച്ചു എന്നതാണ് മീനിങ്. ഇനി അടുത്ത ബാക്കി മൂന്നിൻ്റെ മീനിങ് കൂടെ നമുക്ക് നോക്കാം. സെറ്റ് ഓൺ എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് സമ്മോൺ വയലൻ്റ്, അതായത് അറ്റാക്ക് ചെയ്യുന്നു എന്ന് ഓർത്തിരുന്നാൽ. ഡോഗൊക്കെ അറ്റാക്ക് ചെയ്യുന്നു പറയത്തില്ലേ, അപ്പോൾ അതാണ് സെറ്റ് ഓൺ, അറ്റാക്ക് ചെയ്യുക എന്നതാണ് മീനിങ്. അതുപോലെ റൺ ഫോർ എന്നതിൻ്റെ മീനിങ് ടു കോമ്പീറ്റ് ഇൻ ആൻ ഇലക്ഷൻ, ഒരു ഇലക്ഷന് മത്സരിക്കുക എന്നതാണ് റൺ ഫോറിൻ്റെ മീനിങ്. അടുത്തത് ടേക്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസീവ് ആണ് ആൻസർ, വഞ്ചിക്കുക. ടേക്കിനിൻ്റെ അർത്ഥം വഞ്ചിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലേ, ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ഡാഷ്. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്തണം. ഓപ്ഷൻസ് ഈസിൻ്റ് ഇറ്റ്, ഈസ് ഇറ്റ്, ഡസിൻ്റ് ഇറ്റ്, ഡസ് ഇറ്റ്. അപ്പോൾ നമുക്കറിയാം സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ഫോർമാറ്റിലോട്ടായിരിക്കണം. നെഗറ്റീവ് ഫോർമാറ്റിലോട്ട് വേണം നമ്മൾ മാറ്റാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു നെഗറ്റീവ് വേർഡും ഇല്ല. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവായി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വേണം വരാനുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളതിൽ നമുക്ക് രണ്ടെണ്ണം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം. കാരണം അതിൽ നെഗറ്റീവ് ടാഗ് അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും ഡിയും ക്യാൻസൽ ചെയ്യാം. പിന്നീടുള്ളത് ഓപ്ഷൻ എയും സിയും ആണ്, ഈസിൻ്റ് ഇറ്റും ഡസിൻ്റ് ഇറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക, ഓക്സിലറി വെർബ് ഏതാണുള്ളത്? ഈസ് ഉണ്ട് അല്ലേ, ഇറ്റ് ഈസ് ഓക്സിലറി വെർബുണ്ട്. അപ്പോൾ ഈസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് പ്രോനൗൺ കൂടി ചേർക്കണം. അപ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് V3, അതായത് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് പ്രോനൗൺ എന്ന ഫോർമാറ്റിൽ വേണം വരേണ്ടത്. ഇവിടെ ഓക്സിലറി വെർബ് ഈസ് ആണ്, അതിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഈസിൻ്റെ എന്ന് വരും. അതിൻ്റെ കൂടെ പ്രോനൗൺ ഇറ്റ് ആയതുകൊണ്ട് ഇറ്റ് തന്നെയാണ് പ്രോനൗണായിട്ട് വരുന്നത്. അപ്പം ഈസിൻ്റെ ഇറ്റാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റോണിം ഓഫ് ലുഗൂബ്രിയസ് ഈസ്. അപ്പം ലുഗൂബ്രിയസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആൻറ്റോണിം. അപ്പോൾ ലുഗൂബ്രിയസ് എന്ന് വെച്ചാൽ എന്താണ്? വിഷമം, ദുഃഖം എന്നൊക്കെ മീനിങ് ഉള്ളതാണ്
ലുഗുബ്രിയസ് എന്ന് പറയുന്നത്. ലുഗുബ്രിയസിൻ്റെ അർത്ഥം വിഷമം അല്ലെങ്കിൽ ദുഃഖം എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം, അതിൻ്റേത് ഓപ്പോസിറ്റ് മീനിങ് ഉള്ളത് ഏതാണ്? ചിയർഫുൾ ആണല്ലേ. ചിയർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷകരമായ അല്ലെങ്കിൽ പ്രസന്നത്തോടെ ഉള്ള സന്തോഷകരമായ, അതൊക്കെയാണ് ചിയർഫുള്ളിൻ്റെ മീനിങ്. ഇപ്പോൾ ലുഗുബ്രിയസിൻ്റെ ആൻറ്റോണിമ് ചിയർഫുള്ളാണ്. ലുഗുബ്രിയസിൻ്റെ അർത്ഥം വിഷമം, ദുഃഖം. ചിയർഫുള്ളിൻ്റെ അർത്ഥം സന്തോഷകരമായ, പ്രസന്നം എന്നൊക്കെയാണ്. അപ്പോൾ ബാക്കി 3 വേർഡ്സിൻ്റെ മീനിങ് കൂടെ നോക്കുക. അക്സെപ്റ്റൻസ് എന്നതിൻ്റെ അർത്ഥം അംഗീകാരം അല്ലെങ്കിൽ സമ്മതം എന്നൊക്കെയാണ്. അംഗീകാരം അല്ലെങ്കിൽ സമ്മതം എന്നതൊക്കെയാണ് അക്സെപ്റ്റൻസിൻ്റെ മീനിങ്. അതുപോലെ അഫ്ലുവൻസിൻ്റെ മീനിങ് സമൃദ്ധി, ഒഴുക്ക് എന്നൊക്കെയാണ് കേട്ടോ. സമൃദ്ധി, ഒഴുക്ക്, ഭാഗ്യം എന്നൊക്കെയാണ് അഫ്ലുവൻസിൻ്റെ മീനിങ്. അതുപോലെ എക്സ്പാൻഡ് എന്നതിൻ്റെ മീനിങ് വ്യാപിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുക. എക്സ്പാൻഡിൻ്റെ അറിയാമല്ലോ, എക്സ്പാൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയത്തില്ലേ. വ്യാപിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നതൊക്കെയാണ് എക്സ്പാൻഡിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അതിനുള്ള റിപ്ലൈ തരാം. ഇപ്പോൾ റിപ്ലൈ ആയിട്ട് തരാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.